മകം, പൂരം, ഉത്രം, മകയിരം, തിരുവാതിര, പുണർദം, മൂലം, പൂരാടം, ഉത്രാടം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് തികച്ചും അവിശ്വസനീയമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ വഴിത്തിരിവാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ വ്യാഴാഴ്ച ഈ 3 രാശിക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എങ്ങനെ നടന്നു എന്ന് ആശ്ചര്യത്തോടെ മാത്രമേ ഓർക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെയധികം ഈ 3 രാശിക്കാരിലും നിലനിൽക്കുന്ന ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു സാധാരണ ദിവസമായിരിക്കില്ല. അപ്പോൾ ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഒരു ദിവസം സംഭവിക്കുവാനിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതിനാൽ ഈ 26-ാം തീയതി വ്യാഴാഴ്ച ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഈ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഉരുകി കഴിയുന്നവരാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ചെറുതൊന്നുമായിരുന്നില്ല. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് സംഭവിച്ചു പോയ ചില കാര്യങ്ങൾ ഓർത്തുപോലും നിങ്ങൾക്ക് ഒരു ഞെട്ടലാണ്. മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ സന്തോഷിക്കുവാൻ പറയത്തക്ക ഒരു കാര്യങ്ങളും നടക്കുന്നില്ല താനും. അതായത് വളരെ നാളുകളായി നിങ്ങൾ ഒരു നല്ല കാലം വരുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പുറമെ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുമെങ്കിലും നിങ്ങളുടെ ഉള്ള് എപ്പോഴും പിടയുകയും തേങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന വിഷമങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്നെല്ലാം ഒരു ശമനം കാണുവാനും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈശ്വരനോട് നിരന്തരം എപ്പോഴും പ്രാർത്ഥിക്കുകയും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും നിരന്തരം വഴിപാടുകൾ കഴിക്കുകയുമെല്ലാം ചെയ്തിട്ടും എന്താണ് ജീവിതത്തിൽ ഒരു നേട്ടങ്ങളും ഇതുവരെ ഉണ്ടാവാത്തത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ചിന്തിച്ചു പോയാലും നിങ്ങളെ തെറ്റു പറയുവാനും കഴിയില്ല. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളിൽ സൃഷ്ടിക്കുന്ന അനുഗ്രഹഭാവം കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഈ വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മനസ്സിൽ പോലും നിങ്ങൾ കരുതിയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും.
അതൊരു പക്ഷേ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കാം, ചില അംഗീകാരങ്ങളായിരിക്കാം, നിങ്ങളുടെ കർമ്മ മേഖലയിലുണ്ടാകുന്ന ഉയർച്ചകളുമായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിയ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അതുകൂടാതെ ഇതിൽ പറയുവാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് ചിങ്ങം രാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് വളരെ പ്രിയപ്പെട്ട ചില ആളുകളുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുവാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ ഭാര്യയും ഭർത്താവുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളാവാം, അതുമല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലോ സ്നേഹബന്ധങ്ങളിലോ നിലനിന്നിരുന്ന പ്രശ്നങ്ങളുടെ പരിഹാരവുമാവാം. എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് കരുതിയിരുന്ന ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്ന സമയം കൂടിയായിരിക്കും ഇത്. ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി വരുന്നതിനാൽ ജൂൺ 26 വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെയധികം ശുഭകാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിൽ പിറന്ന പല വ്യക്തികളും ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങൾ ഭാഗ്യമില്ലാത്തവരാണെന്ന് സ്വയം പഴിച്ചിട്ടുള്ളവരാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ പലതും അപ്രകാരമുള്ളവയാണ്. അതായത് പലതും നടക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും വിചാരിക്കുകയും ചെയ്യുമെങ്കിലും കൃത്യസമയമാകുമ്പോൾ അതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ. അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഭാഗ്യമില്ലാത്തവരായി മുദ്ര കുത്തിയിരുന്നു. മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്തതും തരണം ചെയ്യാത്തതുമായ ഒരു കാര്യങ്ങളും ഇനി ബാക്കിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രയേറെ കഷ്ടതകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം ഇവിടെ വരെ എത്തിയത്. പലപ്പോഴും ജീവിതത്തിൻ്റെ അവസാനമാണെന്ന് ചിന്തിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് എന്തോ ഒരു ഈശ്വര കൃപയാണ് നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാനാ വഴിക്ക് നിന്ന് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വളരെ മികച്ച രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൻ്റെ തന്നെ നിലവാരം മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങളുമാണ് വരുവാൻ പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ജൂൺ 26 വ്യാഴാഴ്ചയോടെ നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന തരത്തിലുള്ള ജീവിത വിജയങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ വിജയം കാണുവാൻ കഴിയുമോ എന്നുള്ള ഭയം കൊണ്ട് ഇതുവരെ ആരംഭം കുറിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ജൂൺ 26 വ്യാഴാഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങൾ പരിശ്രമിക്കുകയും തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയും. ഇനി ഏറ്റവും സുപ്രധാനമായി ഈ ജൂൺ 26 വ്യാഴാഴ്ച മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യം വരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും നിങ്ങൾ കടമായി കൊടുത്തിട്ട്
കിട്ടാതിരുന്ന സ്വർണവും പണവും തിരികെ ലഭിക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികമാണ്. ഇനി പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, മിഥുനം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും പല സമയങ്ങളിലും നിങ്ങളുടെ കഴിവിനെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും മറ്റുള്ള വ്യക്തികളുമായി താരതമ്യം ചെയ്യുന്നവരാണ്. ഇത് 100% ആളുകളുടെ കാര്യമല്ല പറയുന്നത്. എങ്കിൽ പോലും ഒരു ഭൂരിഭാഗം മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പല കാര്യങ്ങളും, നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളുമെല്ലാം തന്നെ മറ്റുള്ളവരുമായി വച്ച് താരതമ്യം ചെയ്യുകയും എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകാത്തത് എന്ന് പലപ്പോഴും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി തൊട്ടുപുറകെ തന്നെ ദുഃഖം നിറഞ്ഞ കാര്യങ്ങളും വന്നു ചേരുന്ന അവസ്ഥകളാണ് നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർ എപ്പോഴും സന്തോഷങ്ങൾ അനുഭവിക്കുകയും ജീവിതത്തിൽ കരകയറുകയും ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ നിങ്ങളെ പലപ്പോഴും അസ്വസ്ഥരാക്കാറുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. കാരണം അത്രയേറെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന ചില വ്യക്തികളുടെ മുൻപിൽ ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യം നിറഞ്ഞ സമയത്തിലേക്കാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുവാൻ പോകുന്നത്. അതായത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയെല്ലാം മുന്നോടി എന്നോണമുള്ള ചില ശുഭകാര്യങ്ങൾ ഈ 26-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളെ തേടിയെത്തും. ഇനി മൂന്നാമതായി വ്യാഴത്തിൻ്റെ അനുഗ്രഹഭാവം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളുടെ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു കൈത്താങ്ങും പരിഗണനയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയത്തൊന്നും നിങ്ങൾക്ക് താങ്ങായി ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല. ഭൂരിഭാഗം ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഇതുതന്നെയായിരുന്നു ജീവിതത്തിലെ അനുഭവം. നേരെ മറിച്ച് നിങ്ങൾ ഒന്ന് അടിപതറുന്നത് കാണുവാനും നിങ്ങളുടെ കുടുംബം തകർച്ചയിലേക്ക് പോകുന്നത് കാണുവാനും നിരവധി പേർ ചുറ്റുമുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുമ്പോഴും നിങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. നിരവധി ആളുകളുടെ പ്രാക്കും ശത്രുദോഷവും നിങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഒരൊറ്റ ദിവസം പോലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാത്ത രീതിയിലാണ് നിങ്ങളുടെ ഓരോ ദിവസവും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം ധനുരാശിയിൽ പിറന്ന വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന അവസ്ഥയാണ്. അതായത് എത്രയധികം പണം കയ്യിലേക്ക് വന്നാലും അതൊന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയുവാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ കടബാധ്യതകൾ മാത്രം ഒന്നിനൊന്ന് ദിനം പ്രതി അധികരിക്കുന്നുമുണ്ട്. സാമ്പത്തികമില്ല എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തിൽ എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളെ ചൊല്ലി പല മനസമാധാനക്കേടുകളും നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും ഭഗവാനെ വിളിച്ചിട്ടും എന്താണ് ദൈവമേ ഒരു നല്ല കാലം വരാത്തത് എന്ന് മനസ്സിൽ തേങ്ങുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ മറുപടി തരുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുവാൻ പോകുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ട് പോലും നാളുകളായി. എന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനം വർദ്ധിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി എടുത്തു പറയേണ്ടത്, എല്ലാവർക്കും അല്ലെങ്കിലും ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന വാഹനം സ്വന്തമാക്കുവാനുള്ള യോഗവും ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുവരെ നേടിയെടുത്തതിൽ വെച്ച് തന്നെ വിലയേറിയ ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്കിത്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ പല ആവശ്യങ്ങളും ഭംഗിയായി നിറവേറ്റുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചില കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളെല്ലാം അകന്ന് ഏറ്റവും ഭംഗിയായി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുടെ പൂർത്തീകരണം കാണുവാനുള്ള യോഗവും ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നേടുവാനും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും എല്ലാവിധ ഉയർച്ചയും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഈ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ചയോടെ തുടങ്ങുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.